ഹലോ, വെൽക്കം ബാക്ക് ടു naju'swellnessworld. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണിക്കടിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതെത്തുന്നത് വരെ കട്ടയൊന്നുമില്ലാതെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.25 കപ്പോളൊക്കെ വെള്ളം ആവശ്യമായിട്ട് വരും. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. സാധാ ദോശമാവിനേക്കാളും ഒന്നും കൂടിയൊക്കെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പോളം തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. പണ്ട് മുതലേ ഉണ്ടാക്കി വരാറുള്ള ഒന്നാണിത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 എണ്ണയ്ക്ക് എടുത്തിട്ടുള്ളൂ. അത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നിറം മാറി വരണം. അപ്പോൾ ചെറിയുള്ളി ചേർക്കാതെ ഉണ്ടാക്കുക, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്നതും അതേപോലെ അത് കാണാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 3 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ് വെക്കണം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മറുഭാഗം ആയിട്ടുണ്ടാവും. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാ ചീനച്ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിഭാഗം ബ്രൗൺ കളറായിട്ട് വരും. ഇനി ഇതൊരു 5 മിനിറ്റൊക്കെ മറിച്ചിട്ടിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പോൾ വെന്തിക്കണമെന്ന് ഡൗട്ട് വരികയാണെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് ക്ലീനായി വന്നാൽ അത് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 10 to 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിന് ശേഷം തുറക്കുക, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. പ്രൊസീജിയേഴ്സൊക്കെ സെയിം തന്നെയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.